പാഠം 839 അളന്നു മുറിച്ച കഥ. ഭൂരഹിതർക്ക് ഭൂമി നൽകാനുള്ള പദ്ധതി ജില്ലയിൽ ആരംഭിക്കുന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു സമിതിയാണ് ഭൂരഹിതരെ കണ്ടെത്താനും അവർക്ക് ആവശ്യമുള്ള ഭൂമി കണ്ടെത്താനും ശ്രമിക്കുന്നത്. എന്താണ് ലയിച്ചൊരു വായന? നമ്മുടെ ജില്ല സംസ്ഥാനത്തിന് ആകെ മാതൃകയാകാൻ പോവുകയാണ്. ഈ ജില്ലയിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത മുഴുവൻ പേരെയും കണ്ടെത്തി വീട് വെക്കാനുള്ള ഭൂമി കൊടുക്കാനുള്ള കളക്ടറുടെ പദ്ധതി തുടങ്ങാൻ പോവുകയാണ്. കളക്ടറുടെ സമിതിയിലുള്ള മറ്റുള്ള ആളുകളെ ഇന്ന് പ്രഖ്യാപിക്കും. അത് വലിയ കാര്യമല്ലേ? കളക്ടർ ഉണ്ടാക്കുന്ന സമിതിയിൽ കെ മോഹനകൃഷ്ണൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കളക്ടറുടെ സമിതിയിൽ വില്ലേജ് ഓഫീസർ എന്തോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അത് നിനക്ക് എന്നെ പറ്റി ശരിക്കും അറിയാത്തോണ്ടാ. ഈ ജില്ലയിലെ ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണനാണെന്ന് കളക്ടർ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമുക്ക് കാണാം. മോഹനകൃഷ്ണൻ സാറേ, രാവിലെ പത്രം വായനയാണോ? ഗോവിന്ദൻകുട്ടി, ഇവിടെ വരെ വരൂ. എന്താ മോനോട്ടൊരു ഉദ്ദേശം? അത് ഗോവിന്ദൻകുട്ടി വരുമ്പോ കാണാം. എന്താ സാറേ? ഗോവിന്ദൻകുട്ടിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. മോഹനകൃഷ്ണൻ സാറ്. ഇത് ആരാണെന്ന് മനസ്സിലായോ? സത്യഭാമ വക്കീല്. ഇതെത്രയാ? 5. അപ്പോ ഗോവിന്ദൻകുട്ടി കണ്ണ് കാണാം. കാണാം സാർ. പിന്നെ എന്തിനാണ് ഞാൻ പത്രം വായിക്കുകയാണോ എന്ന് ചോദിച്ചത്? അല്ല സാർ, ഞാനത് ഒരാവശ്യവുമില്ലാതെ എന്തെങ്കിലും അങ്ങ് ചോദിക്കുക. ഇത് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എന്റെ മോനട്ടെ, എന്താണിത്? നീ ഇടപെടരുത്. ഗോവിന്ദൻകുട്ടി, ഒരാളെ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി വെറുതെ എന്തെങ്കിലും അങ്ങ് പറയരുത്. ഇപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് അതുവഴി ചുമ്മാ നടന്നങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഗോവിന്ദൻകുട്ടി എന്താ ചെയ്തത്? പത്രം വായിക്കാണോ സാറേ എന്ന് അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഗോവിന്ദൻകുട്ടിയെ പോലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കേണ്ട ആളല്ല കെ മോഹനകൃഷ്ണൻ സാർ. മേലിൽ ഒരാവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത്. പോയിക്കോളൂ. രക്ഷപ്പെട്ടോളൂ. ഗംഭീരായിട്ടുണ്ട് മോഹനേട്ടാ. ഇപ്പൊ ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലേ മോഹനേട്ടന്റെ പ്രാന്താണെന്നും മോഹനേട്ടനെ പിടിച്ച് ചങ്ങല കിടണമെന്നും നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങും. ഞാൻ ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പിന്നെ എനിക്ക് ഭ്രാന്താണെന്നും എന്നെ ചങ്ങലക്കിടണമെന്നും നീ പറഞ്ഞത് എന്തിനാണ്? ഞാൻ അങ്ങനെയല്ല മോഹനേട്ട പറഞ്ഞത്. മോഹനേട്ടന് ഭ്രാന്താണെന്നും മോഹനേട്ടനെ ചങ്ങലക്കിടണമെന്നും നാട്ടുകാർ പറയുമെന്നാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയുമ്പോ അത് വ്യക്തമായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും കൂടി വേണം. ശരി, എനിക്ക് ഭ്രാന്താണെന്നും എന്നെ ചങ്ങലക്കിടണമെന്നും നാട്ടുകാർ പറയേണ്ട കാര്യം എന്താണ്? അത് നാട്ടുകാരോട് തന്നെ പോയി ചോദിക്കണം. അത് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പറയുന്നു. അപ്പോൾ നാട്ടുകാർ അങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് നീ പറയണം. എനിക്ക് സൗകര്യമില്ല. ഇതാണ് നിന്നെ പോലെ വക്കീലന്മാരുടെ കുഴപ്പം. ഒരു തർക്കം മൂത്ത് വരുമ്പോ തോൽക്കുമെന്ന് പേടിച്ച് ഒളിച്ചോടി കളയുക. സമ്മതിച്ചു. ദൈവത്തെ ഓർത്ത് ആ മുറ്റത്ത് പോയിട്ട് ഈ പത്രത്തിന്റെ ബാക്കിയോടെ ഒന്ന് വായിച്ചു തീർക്കാമോ? അപ്പോഴേക്ക് ഞാൻ ഈ ചുരിദാർ ഒന്ന് തേച്ചു വെച്ചോട്ടെ പ്ലീസ്. എപ്പോൾ പത്രം വായിക്കണം, എപ്പോൾ പത്രം വായിക്കണ്ട എന്നൊക്കെ കെ മോഹനകൃഷ്ണൻ അറിയാം. നീ പഠിപ്പിക്കണ്ട. അവേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അനാവശ്യമായി നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ 2 പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും. 2, നമ്മൾ ഒരു കാര്യവുമില്ലാതെ സംസാരിച്ച് സമയം കളയുന്നവരാണ് എന്ന് മറ്റുള്ളവർ കരുതും. ഇപ്പോ ഉദാഹരണത്തിന് ഗോവിന്ദൻകുട്ടി ഒരു കാര്യവുമില്ലാതെ എന്നോട് പത്രം വായിക്കണോ സാറേ എന്ന് ചോദിച്ചു.
അപ്പോ എനിക്ക് ഗോവിന്ദൻകുട്ടിയെ പറ്റി തോന്നിയ എന്താണ്? ഗോവിന്ദൻകുട്ടി അനാവശ്യമായി സംസാരിക്കുന്ന ഒരാളാണ് എന്ന്. അതോടെ ഗോവിന്ദൻകുട്ടിയെ പറ്റി എനിക്കുണ്ടായിരുന്ന ബഹുമാനം മുഴുവൻ പോയില്ലേ? പത്രം വായിക്കാണോ സാറേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനം അങ്ങ് പോവാണെങ്കിൽ ഗോവിന്ദുട്ടി വല്ല ചീത്ത വിളിച്ചിരുന്നെങ്കിലോ മോനോട്ടാ? എനിക്ക് ഗോവിന്ദൻകുട്ടി വിവരം അറിഞ്ഞാണ്. ഓരോ വാക്കും അളന്ന് മുറിച്ച് സൂക്ഷിച്ചുപയോഗിക്കുന്നവരെയാണ് നമ്മൾ വിവേകശാലികൾ എന്ന് വിളിക്കുന്നത്. മോഹനേട്ടാ, അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഈ അളക്കുകയും മുറിക്കുകയും ചെയ്യണമെങ്കിൽ ഒരു സ്കെയിലും കത്തിയായിട്ട് നടക്കേണ്ടി വരില്ലേ? കഷ്ടം. ഇമാതിരി നിലവാരമില്ലാത്ത തമാശകൾ പറയാനേ നിനക്കറിയൂ. ബുദ്ധിയുള്ളവർ യുക്തിപരമായി തർക്കിക്കും. നീ വലിച്ച തമാശകൾ പറയും. ശരി. ബുദ്ധിപരമായിട്ട് മോഹനേട്ടൻ യുക്തിപരമായി ചിന്തിച്ച് ആ ഫോണൊന്ന് പോയി എടുക്കാമോ? അപ്പോഴേക്കും ഞാൻ തേച്ചു വെച്ചോളാം. ചെല്ലേ. ഞാൻ ഒരാളോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പൊ കാണിച്ചു തരാം. വരൂ. എനിക്ക് ഈ തുണി തേക്കണം. മോഹനേട്ടൻ പോയിക്കോ. ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും നീ തുണി തേച്ചാൽ മതി. വരൂ വരൂ. വാ. ഞാൻ സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ശ്രദ്ധിച്ചോളൂ. അനാവശ്യമായ ഒരു വാക്ക് പോലും ഉണ്ടാവില്ല. ഹലോ, മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ എന്നാണ് ചോദ്യം. അതെ. എന്റെ പേര് അശോകൻ. പേര് അശോകൻ എന്നാണ്. സംസാരിക്ക്. പറയൂ അശോക. വക്കീലുണ്ടോ? ഹലോ ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുണ്ടോ? ഉണ്ട്. കൊടുക്ക. ഹലോ. വക്കീലെ, ഞാനാ സ്പെയർ പാർട്സ് കട നടത്തുന്ന അശോകൻ. മനസ്സിലായി. എന്താ അശോക? ഒരു പാർട്ടി 2 മാസം മുമ്പ് ലോറിയുടെ കുറച്ച് സ്പെയർ പാർട്സ് വാങ്ങിക്കൊണ്ടുപോയി. ഒരു ചെക്കാ തന്നത്. ചെക്കുമായിട്ട് ഞാൻ ബാങ്കിൽ ചെന്നപ്പോ ക്യാഷ് ഇല്ലെന്നാ പറയുന്നത്. ഫോൺ വിളിക്കുമ്പോ പാർട്ടി ഫോൺ എടുക്കുന്നുമില്ല. കേസ് കൊടുക്കാൻ വകുപ്പില്ലേ വക്കീലേ? പിന്നില്ലേ. ഇപ്പോഴെങ്കിലും അശോകനെ വിളിക്കാൻ തോന്നിയത് നന്നായി. ചെക്കിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് കൊടുക്കാൻ പ്രയാസാ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അശോകൻ വക്കീൽ ഓഫീസിലേക്ക് വന്ന് ഒരു വക്കാലത്ത് ഒപ്പിട്ട് നിന്ന് അഡ്വാൻസ് തരണം. ഞാൻ മറ്റേയാൾക്ക് നോട്ടീസ് അയക്കാം. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വക്കീൽ ഓഫീസിലോട്ട് വരട്ടെ വക്കീലേ? അയ്യോ, ഇന്ന് ഞാൻ ലീവാ അശോക. എനിക്ക് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ നാളെ വക്കീൽ ഓഫീസിലേക്ക് വരുള്ളൂ. നാളെ ഞാൻ സ്ഥലത്തുണ്ടാവില്ല. ഒരു ദൂരയാത്രയുണ്ട് വക്കീലേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും. എന്റെ വീട് അറിയാമോ അശോകന്? അറിയില്ല, ഞാൻ ചോദിച്ചു വന്നോളാം. വില്ലേജ് ഓഫീസറുടെ വീടല്ലേ? കണ്ടുപിടിക്കാൻ എന്താ പാട്? ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വന്ന പ്രശ്നമുണ്ടോ വക്കീലേ? ഹേയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നേരെ ഇങ്ങ് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് തന്നാ മതി. ശരി, വരാം. ശരി. കണ്ടല്ലോ, ആവശ്യമില്ലാത്തൊന്നും ഞാനും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ തൃപ്തിയായോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിച്ചില്ല എന്ന് ആര് പറഞ്ഞു? ഇന്ന് ഞാൻ ലീവാ അശോക എന്ന് നീ പറഞ്ഞല്ലേ? പറഞ്ഞു. അത് ആവശ്യമില്ലാത്ത കാര്യമല്ലല്ലോ. ഇന്ന് വക്കീൽ ഓഫീസിലേക്ക് വരാന്ന് അശോകൻ പറഞ്ഞപ്പോ ഞാൻ ഇന്ന് ലീവാണെന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ശരി, അത് സമ്മതിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് നീ എന്താ പറഞ്ഞത്? എനിക്ക് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന്. ഇത് അശോകനോട് പറയേണ്ട കാര്യം എന്താണ്? നീ ഒരു വക്കീലായതുകൊണ്ട് നിനക്ക് വേറെയും ചില കേസുകൾ കാണും എന്ന് അശോകന് ഊഹിക്കാമല്ലോ. അതുമല്ല, നീ ഒരു കേസില്ലാ വക്കീലാണെന്ന് അശോകന് തോന്നിയാൽ തന്നെ അതുകൊണ്ട് നിനക്കെന്താ? ഞാനിപ്പോ അങ്ങനെ പറഞ്ഞോണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായോ? തീർച്ചയായും ഉണ്ട്. നീ ഒരു പൊങ്ങച്ചക്കാരിയാണ് എന്നും ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളാണെന്നും ഒക്കെ അശോകന് തോന്നിട്ടുണ്ടാവില്ലേ? അശോകൻ അങ്ങനെ ധരിച്ച തന്നെ എന്താണ് മോഹനട്ടാ? അയാൾ വെറുതെ തന്നെ പെണ്ണ് കാണാനൊന്നുമല്ലോ, കേസ് ഏൽപ്പിക്കാനല്ലേ? ഇനി പോയി ആവശ്യത്തിന് മാത്രം സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉത്തമനെ ഒന്ന് പഠിപ്പിച്ചോളൂ. പിന്നെ
എന്റെ അത്ര ക്ഷമ ഉത്തമനുണ്ടാവില്ല. സഹികിടുമ്പോ ചിലപ്പോ വില്ലേജ് ഓഫീസർ എന്തെങ്കിലും ചീത്ത വിളിച്ച് സ്ഥലം വിടും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സാറേ, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. സാറേ, ഇന്നലെ ഒരു ഭയങ്കര തമാശ ഉണ്ടായി. എന്താണത്? നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ശശാങ്കനെ ഉണ്ടല്ലോ, ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് കണ്ടു. എന്നെ കണ്ടപാടെ ശശാങ്ക പറയാണ്, ഉത്തമ, ഈ മോഹനേഷ് സാർ ഒരു ഭയങ്കര സംഭവം തന്നെ. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അവൻ നടത്തിയ 3 കച്ചവടങ്ങളും സാറ് പോക്കവരവ് ചെയ്യാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് സാറ് വഴങ്ങുന്നില്ല. കാശ് തരാമെന്ന് പറഞ്ഞ് MLA കൊണ്ട് വിളിപ്പിച്ച് മടുത്തപ്പോ വില്ലേജ് ഓഫീസിൽ വന്ന് കാല് പിടിച്ചു. എന്നിട്ട് സാറ് നിയമം വിട്ട് ഒന്നും ചെയ്തില്ല. സാറിനെ പോലെ കടുംപിടുത്തക്കാരനായ ഒരു വില്ലേജ് ഓഫീസർ വേറെ ഇല്ലാന്ന്. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടലുണ്ടായിരുന്ന എല്ലാരും അത് കേട്ടു. സാറിന് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആ ബഹുമാനം കുറെ കൂടെ കൂടി. ഉത്തമ, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ പറയേണ്ടത് മാത്രമേ പറയാകൂ എന്ന് ഞാൻ ഭാമയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശാങ്കൻ ഇന്നലെ ചായക്കടയിൽ വെച്ച് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്ന് എന്നെ ധരിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഉത്തമൻ ഏറ്റവും ആദ്യം പറഞ്ഞത് എന്താണ്? എന്താണ്? ഇന്നലെ ഒരു ഭയങ്കര തമാശ ഉണ്ടായി സാറേ എന്ന്. ഉത്തമൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു തമാശയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറെ പറ്റി ഒരാൾ നല്ലത് പറഞ്ഞാൽ അതെങ്ങനെ തമാശയാകും? അല്ല സാറേ, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഒരു ഒഴുക്കിന് വേണ്ടി വെറുതെ എങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വെറുതെ ഒന്നും പറയരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും വളരെ വ്യക്തമായ അർത്ഥമുണ്ടാകണം. ഒരു കാര്യം പറയുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതെന്താണ് എന്ന് മനസ്സിലാകണം. എന്റെ സത്യസന്ധത ഒരു തമാശയാണ് എന്നാണ് ഉത്തമൻ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പൊന്ന് സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പോലും ഇല്ല. ഇപ്പോൾ ഉത്തമൻ വന്നത് എന്തിനാണ്? സാറേ, കുമാരൻ ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് അത് കൊടുക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. കുമാരൻ ചേട്ടന്റെ മോളുടെ കോളേജിൽ നാളെയെങ്കിലും അത് കൊടുത്താലേ ഫീസിന് ഇളവ് കിട്ടൂ. ഉത്തമ, വില്ലേജ് ഓഫീസ് ഒരു സർക്കാർ ഓഫീസാണ് എന്ന് ഉത്തമന് അറിയാം. അറിയാം സാർ. ഒരു സർക്കാർ ഓഫീസിൽ കാര്യങ്ങൾ നടക്കുന്നത് സർക്കാർ ചട്ടങ്ങൾക്കനുസരിച്ചാണ് എന്നും ഉത്തമൻ അറിയാം. അറിയാം. ഞാൻ സർക്കാർ ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് എന്നും ഉത്തമൻ അറിയാം. കുമാരൻ ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതായും ഉത്തമൻ അറിയാം. സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറായ ഞാൻ കുമാരൻ ചേട്ടന് ഇന്ന് വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അത് കൃത്യമായി കൊടുക്കുമെന്നും ഉത്തമൻ അറിയാം. പിന്നെ എന്നാലും ഞാൻ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് തരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എന്നോട് ചോദിച്ചത് ഒന്നാമത്തെ തെറ്റ്. കുമാരൻ ചേട്ടന്റെ മകളുടെ കോളേജിൽ ആ സർട്ടിഫിക്കറ്റ് നാളെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു കാര്യം ഉത്തരവില്ലായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ആ സർട്ടിഫിക്കറ്റ് കുമാരൻ ചേട്ടൻ നാളെയോ മറ്റന്നാളോ അത് കഴിഞ്ഞോ കോളേജിൽ കൊടുത്താലും എനിക്കെന്താണ്? അല്ല സാറേ, ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തർക്കിക്കാൻ നിൽക്കേണ്ട. മോഹനേട്ടൻ പറഞ്ഞതാണ് അതിന്റെ കാര്യം. നമ്മൾ ആവശ്യമില്ലാതെ ഒരു കാര്യവും പറയരുത്. അത് ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നീ ഒന്നുകൂടി പറഞ്ഞ കാര്യം എന്താണ്? ഇപ്പൊ നീ സംസാരിച്ചതും ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. കുമാരൻ ചേട്ടനോട് കൃത്യം 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് വരാൻ പറയും. കുറച്ചു മാറും. സാറിനെ പറ്റി നാട്ടുകാര് നല്ലത് പറഞ്ഞപ്പോ സാറിനെ വെറുതെ സന്തോഷിപ്പിക്കാന്ന് കരുതി വന്നതാണ് വക്കീലേ. അത് പൂക്കുറ്റി ചീറ്റും പോലെ ചീറ്റിപ്പോയി. എന്റെ മോഹനേട്ടൻ എപ്പോ എന്താണ് ചിന്തിക്കുക, എന്താണ് പറയുക എന്നൊന്നും ഓർക്കും പറയാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഈ സ്വഭാവത്തിൽ ദൈവം ഒരേ ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതാ എന്റെ മോഹനേട്ടൻ. എന്തായാലും സാറിന് ചിന്തയും കടുപ്പെടുത്തം ഉണ്ടായിട്ട് സാറിനോട് ഒത്തുപോകുന്ന
വക്കീലിനെ സമ്മതിക്കണം അമ്മോ. അയ്യോ ഉത്തമ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2 പ്രാവശ്യം എനിക്ക് തരാൻ നോക്കിയതാ അവര്. ആഹാ. ഞാൻ പറഞ്ഞു പക്ഷെ വേണ്ട. അയ്യടാ. അയ്യോ പിന്നെ വക്കീലെ, എന്തായാലും ഞാൻ ഇവിടെ വരെ വന്നു. ആ താമരാക്ഷന്റെ കേസിന്റെ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ, അതിനായിട്ട് ഞാൻ പിന്നീട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നാളെയൊക്കെ ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. ഉത്തമ, ഓ താമരാക്ഷന്റെ കേസിന്റെ കാര്യം എന്തായി എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന്റെ ആവശ്യമേ ഇപ്പോഴുണ്ടായിരുന്നു. നാളെ ഉത്തമന് തിരക്കാണ് എന്ന് എന്നോട് പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് അനാവശ്യമായ ഒരു വാചകമാണ്. ആ വാചകം പറഞ്ഞതുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായോ? ലോകത്തിൽ മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നാണ് എന്റെ മോനോട്ട് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ശരി, ഈ സാറിന്റെ കൂടെ അടുത്ത് വക്കീലിന് വട്ടായ എങ്ങനെ വട്ടാവാതിരിക്കും? 24 മണിക്കൂറും ഇതല്ലേ കേക്കുന്നത്? ചേടാ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വാചകം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ആഹാ, മോഹനയുടെ റെഡിയായി കഴിഞ്ഞോ? അയ്യോ ക്ഷമിക്കണം, ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹനയുടെ റെഡിയായി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ ഞാൻ ആവശ്യമില്ലാത്തൊരു ചോദ്യം ചോദിച്ചു. എന്നോട് ക്ഷമിക്കൂ മോഹനേട്ടാ, ക്ഷമിക്കൂ. എത്ര ഉപദേശിച്ചാലും മനസ്സിലാകാത്ത ഒരു പമ്പര വിഡ്ഢിയാണ് നീ എന്നുള്ളത് കൊണ്ട് ഇനി നിന്നെ ഞാൻ ഉപദേശിക്കില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കണ്ട് പഠിക്കൂ. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മോഹനേട്ടനെ കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ മോനേട്ടാ, എനിക്കൊരു ജോലി ഉണ്ടായിപ്പോയില്ലേ. എന്നെ കാണാൻ വരുന്ന കക്ഷികളോട് ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വേറെ വക്കീലിനെ അന്വേഷിച്ചു പോവില്ലേ? ഇനി കോടതി കേസ് വാദിക്കുമ്പോഴാണെങ്കിലോ അതിലും കഷ്ടമായിരിക്കും അവസ്ഥ. ഒരു കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി ഞാൻ ബാധിക്കുകയാണ് എന്ന് കരുതുക. എന്റെ ഉദ്ദേശം എന്താ? എന്റെ കക്ഷി നിരപരാധിയാണെന്ന് സ്ഥാപിച്ച് അയാളെ രക്ഷിക്കുക. പക്ഷെ മോഹനേട്ടൻ പറയുന്ന പോലെയാണെങ്കിൽ എനിക്കാകെ 2 വാചകങ്ങളെ പറയാൻ പറ്റൂ. യുവർ ഓണർ, പ്രതി നിരപരാധിയാണ്, വെറുതെ വിടണം. അല്ല, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പക്ഷെ കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് മോഹനേട്ടന്റെ അത്രയും വിവരമില്ലാത്തതുകൊണ്ട് പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അതോടെ ആ കക്ഷിയുടെ ബന്ധുക്കൾ എന്നെ ഓടിച്ചിട്ടിടിക്കും. വേറെ കക്ഷികൾ എനിക്കോട് കേസ് തരാതിരിക്കുകയും ചെയ്യും. ഇതാണോ അപ്പൊ സാറിന്റെ ഉദ്ദേശം? കഴിഞ്ഞ 1.5 മിനിറ്റായി നീ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും തീർത്തും അനാവശ്യമായിരുന്നു. ആ വാചകങ്ങൾ നീ പറയാതിരുന്നെങ്കിലും ഈ ലോകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഓ അങ്ങനെ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. ഓരോ വാചകം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് പോലും പറ്റുമെന്ന എന്റെ സംശയം മോഹനേട്ടാ. ഞാൻ ഇറങ്ങുന്നു. 2 വേർഡ്സ്. ആരാണ്? ഞാൻ അശോകൻ. കുറച്ചു മുമ്പ് ഫോൺ വിളിച്ചിരുന്നു. വക്കീലിനെ കണ്ടൊരു കേസിന്റെ കാര്യം സംസാരിക്കാനായിട്ടായിരുന്നു. അത് ഫോണിലൂടെ ഒരു പ്രാവശ്യം പറഞ്ഞാണല്ലോ, പിന്നെന്തിനാണ് വീണ്ടും ആവർത്തിക്കുന്നത്? ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കെ മോഹനേഷ് ഇഷ്ടമല്ല. സാർ ഓഫീസിലേക്കായിരിക്കും. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന് അശോകൻ അറിയാമല്ലോ. അറിയാം. നോക്കൂ, സമയം എന്തായെന്ന്? 9:38. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പ്രവൃത്തി ദിവസം രാവിലെ 9:38 വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഓഫീസിലേക്ക് ആയിരിക്കുമെന്ന് ഏത് വിഡ്ഢിക്ക് പറയാം? അതായത് അശോകൻ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം തീർത്തും അനാവശ്യമായിരുന്നു. അശോകൻ ഇത്ര പെട്ടെന്ന് എത്തിയോ? അശോകൻ എത്തിയത് കൊണ്ടാണല്ലോ ഇവിടെ ഈ നിൽക്കുന്നത്. പിന്നെന്തിനാണ് അശോകൻ എത്തിയോ എന്ന് ചോദിക്കുന്നത്? ആഫീസിൽ പോകാൻ സമയമായില്ലേ? ദൈവത്തെ ഓർത്തൊന്ന് പോകാമോ? ഞാൻ ഇറങ്ങുന്നു. അതൊരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാണ്. രണ്ടാമത് തന്നെ പറയുന്നത് അനാവശ്യമല്ലേ?
സാർ ഒരു പ്രത്യേക ടൈപ്പാണല്ലേ വക്കീല്? അയ്യോ, ഇതുപോലെ ഒരാളെ കാണാൻ പറ്റിയത് അശോകന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോളൂ. കേസിന്റെ പേപ്പർ കൊണ്ടുവന്നിട്ടില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. തന്നോളൂ. സത്യം പറയാലോ കാഞ്ഞന സാറേ, ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴേ സംഗതി സത്യമാണെന്ന് മനസ്സിലായത്. വിലാസിന് മെനഞ്ഞാന്ന് രാത്രി രാജപ്പഞ്ചേട്ടന്റെ കൂടെ ഒളിച്ചോടി പോയി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പ്രഭേ. രാജപ്പ ചേട്ടന്റെ കാര്യം പറയുമ്പോ തന്നെ വിലാസിനിക്ക് ഒരു ചിരിയും നാണവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവള് കാണിച്ചതൊരു വലിയ ചതിയായിപ്പോയി. സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് ഏതോ നാട്ടിൽ നിന്ന് ഒരുത്തനോട് ഒളിച്ചോടി പോവാന്ന് വെച്ചാ എങ്ങനെ പോവാതിരിക്കും? 24 മണിക്കൂർ കള്ളും കുടിച്ച് ബോധമില്ല നടക്കുന്ന പീതാംബര ചേട്ടന്റെ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് ജീവിക്കും? സ്വയംപ്രഭേ, എന്താ പ്രശ്നം? അത് സാറേ, കിഴക്കേടത്തെ പീതാംബര ചേട്ടന്റെ ഭാര്യ വിലാസിനി കോൺട്രാക്ടർ രാജപ്പന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതിന് ഇത്തരം ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയാനല്ല സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി എണ്ണി തരുന്നത്. അല്ല സാറേ, ഞങ്ങള് വെറുതെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും സംസാരിക്കരുത്. എന്തിനാണ് ഗുണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയവും ഊർജവും കളയുന്നത്? മേലിൽ ഈ ആഫീസിൽ ഇങ്ങനൊരു സംസാരം കേൾക്കരുത്. കേട്ടാൽ ഹലോ, അതെ. നമസ്കാരം സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഈ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാനുള്ള കളക്ടറുടെ സമിതിയുടെ കാര്യം ഉണ്ടോ? ഞാനുണ്ടോ? സത്യമാണോ സാർ? എനിക്ക് വളരെ സന്തോഷമായി സാർ. എന്നെ പോലും വില്ലേജ് ഓഫീസർക്ക് പ്രതീക്ഷിക്കാൻ പറ്റൊരു കാര്യമല്ലല്ലോ ഇത്. വലിയ സന്തോഷം സാർ. അതെ, ശരി സാർ. ഹലോ, ഞാനാണ്. എന്താ മോനേട്ടാ? കളക്ടറുടെ സമിതിയിൽ എന്നെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? വില്ലേജ് ഓഫീസർ എടുക്കില്ല എന്ന്. എന്നാ കേട്ടോളൂ, ഞാൻ കളക്ടറുടെ സമിതിയിൽ ഉണ്ട്. അഹങ്കാരി. ശിശുപാല, തഹസിൽദാർ വിളിച്ചത്. കളക്ടറുടെ ഭൂമി നൽകൽ പദ്ധതിയിലുള്ള സമിതിയിൽ കെ മോഹനേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തുപറ്റി? നിങ്ങൾക്കെന്താ ഒരു സന്തോഷമില്ലാത്ത? കളക്ടറുടെ സമിതിയിൽ ഉൾപ്പെടുത്തിയ ഒരേ ഒരു വില്ലേജ് ഓഫീസർ നിങ്ങളുടെ കെ മോഹനേഷൻ സാറാണ്. ഒന്നും പറയില്ലെന്ന് ശിശുപാലോട് ചോദിച്ചത്. ഓ, ഇതിനൊക്കെ എന്ത് പറയാനാണ് സാറേ? ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തെ പറ്റി സംസാരിക്കരുതെന്നല്ലേ സാറ് പറഞ്ഞത്? ഇതെങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യമാവും? ഈ ജില്ലയിലെ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് മുഴുവൻ പ്രയോജനമുള്ള കാര്യമാണല്ലോ. അത് ശരിയാ, പക്ഷേ ആ സമിതിയിൽ സാറിനെ ഉൾപ്പെടുത്തിയതിൽ നമുക്കെന്ത് പ്രയോജനം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടല്ലോ. നിങ്ങളുടെ വില്ലേജ് ഓഫീസറെ കളക്ടർ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഇത്. സാറിനെ കളക്ടർ അംഗീകരിച്ചാൽ സാറിന് കൊള്ളാം, ഞങ്ങൾക്കെന്താ?
പീതാംബരൻ ചേട്ടന്റെ ഭാര്യ രാജപ്പന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിൽ സാറിനെ കളക്ടർ അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഇങ്ങോട്ട് പറയൂ കാഞ്ചനെ. ഓഹോ, എനിക്ക് മനസ്സിലായി. ഞാൻ വലിയ ആളായി പോയതിന്റെ അസൂയാണ് നിങ്ങൾക്കൊക്കെ. പക്ഷെ നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താലും കെ മോഹനേഷ് സാറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. നോക്കോ, അസൂയാലുക്കും. ഗോവിന്ദൻകുട്ടിയാണല്ലോ. ഞാൻ കളക്ടറുടെ സമിതിയിലെത്തിയ കാര്യം പറയുമാകും. സാറുമായിട്ട് ഒരു കാര്യമില്ല. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ സാറിന്റെ പാട് നോക്കി പോ സാറേ. ആരും കണ്ടില്ലല്ലോ. പോലെ അശോകനല്ലേ ആ നിൽക്കുന്നത്? രാവിലെ എന്നെ കണ്ടപ്പോൾ അവനൊരു ബഹുമാനമില്ലായിരുന്നു. ഞാൻ കളക്ടറുടെ സമിതിയിലുണ്ടെന്നറിഞ്ഞാൽ അവൻ ഞെട്ടും. അശോക, എന്നെ മനസ്സിലായോ? നോക്കുന്നേ, എന്നെ മനസ്സിലായോ എന്ന്. ആ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ സാറേ? രാവിലെ സാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടപ്പോ നമ്മൾ പരിചയപ്പെട്ടാണല്ലോ. അപ്പോ പിന്നെ സാറിനെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് അനാവശ്യമല്ലേ? ഞാൻ പറയാമെന്ന് വെച്ചാല്, ഈ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് അശോകൻ അറിയാമോ? വീണ്ടും ആവശ്യമില്ലാത്ത ചോദ്യം. ജില്ലാ കളക്ടർ എന്ന് വെച്ചാൽ ജില്ലാ കളക്ടർ ആണെന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്? ഞാൻ പറയാമെന്ന് വെച്ചാല്, ഈ സാറ് പറയുന്നത് അത് തന്നെയാ. നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഞാനും ഈ വാസുവേട്ടനും കൂടി വളരെ ആവശ്യമുള്ളൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ദയവായി സാർ പോകുന്നതാ സാറിന് നല്ലത്. ഞാൻ കളക്ടറുടെ സമിതിയിൽപ്പെട്ടവൻ അറിഞ്ഞു കാണും. അതിന്റെ അസൂയാണ്, അഹങ്കാരി. ഹലോ, അതെ ഉത്തമനാണ്. ആ കുമാരൻ ചേട്ടാ, വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? ശരി ശരി. അയ്യേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കുമാരൻ ചേട്ടൻ ഒരു സഹായം ചെയ്തേനെ, ഞാൻ പൈസ വാങ്ങൂ. ആ ശരി ശരി. ആ ശരി. ഈശ്വരാ, മോഹനേഷ് സാറാണല്ലോ. ഉത്തമൻ എന്തായി സമയത്ത് ഇവിടെ? ഒന്നുമില്ല സാറേ. ഉത്തമ, ഇതൊരു വലിയ സംഭവം ഉണ്ടായി. എന്ത് സാറേ? തഹസിൽദാർ എന്നെ വിളിച്ചിരുന്നു. ഈ ജില്ലയിലെ പുറമ്പോക്കുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിലേക്ക് കളക്ടർ നേരിട്ട് കെ മോഹനേഷിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണോ വലിയ സംഭവം? എന്നാ അത് വലിയ സംഭവമല്ലേ? സാറിന് അത് വലിയ സംഭവമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, സാർ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും? മനസ്സിലായില്ല. ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. ഭാമേ, ഭാമേ, ഞാൻ രാവിലെ കളക്ടറുടെ പുതിയ പദ്ധതിയെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര പുച്ഛമായിരുന്നല്ലോ.
എന്നെ ഒരുപക്ഷെ ആ സമിതിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു കളക്ടറുടെ സമിതിയിൽ വില്ലേജ് ഓഫീസറോ എന്ന്. ഇപ്പോ നീ എന്ത് പറയുന്നു? മോഹനേട്ടൻ ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരേ ഒരു വാചകത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഇപ്പോൾ എന്തു പറയുന്നു എന്നതിന്. ബാക്കിയുള്ള വാചനങ്ങളെല്ലാം രാവിലെ ഒരു പ്രാവശ്യനോട് പറഞ്ഞതാണ്. രാവിലെ പറഞ്ഞത് വീണ്ടും വൈകിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഓഹോ, അപ്പൊ നീയും അവരുടെ കൂടെയാണ്? ആരുടെ കൂടെ? നാട്ടിലുള്ള അസൂയ മൂത്ത വിഡ്ഢികളുടെ കൂടെ. എന്നെ കളക്ടറുടെ സമിതിയിലെടുത്തു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ എല്ലാവർക്കും അസൂയാണ്. നീ ഇതൊന്നും പറയാതെ. മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. എല്ലാവരും എനിക്ക് മനസ്സിലായി. നമ്മളൊരു വാചകം പറയുമ്പോ അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. മോഹനേട്ടൻ ഇതുവരെ പറഞ്ഞ ഒരു വാചകം കൊണ്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആമേ, ഞാൻ രാവിലെ നിന്റെ നന്മയെ കരുതി ചില ഉപദേശങ്ങൾ തന്നു എന്നുള്ള നേരാ. പക്ഷേ അതിന്റെ പേരിൽ നീ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. ഞാൻ പറയട്ടെ, ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അത് വിട്. ഏത്? രാവിലെ തർക്കമുണ്ടായപ്പോ ജയിക്കാൻ വേണ്ടി ചിലപ്പോ ഞാൻ എന്തെങ്കിലും പറയുന്നിരിക്കും. പക്ഷേ അതിന്റെ പേരിൽ നീ എന്നും ഇങ്ങനെ പെരുമാറി തുടങ്ങിയ നമ്മളെങ്ങനെ ഒരുമിച്ച് ജീവിക്കും? അപ്പൊ മോഹനേട്ടന് കാര്യങ്ങൾ അറിയാം. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ അതിൽ ആവശ്യമില്ലാത്ത ചിട്ടുകളും വ്യവസ്ഥകളും ഒക്കെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന്. മോഹനേട്ടാ, നമ്മൾ രണ്ടുപേരുമല്ലേ ഇവിടെ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റണ്ടേ? അതല്ലാതെ അളന്നു മുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ജീവിതാവുക? കളക്ടറുടെ സമിതിയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നടന്നു പറഞ്ഞപ്പോൾ സന്തോഷത്തില് ഞാൻ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എങ്ങനെ തിരിഞ്ഞു നോക്കും? മോഹനേട്ടൻ അവരോടൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ പെരുമാറിയിട്ടുണ്ടാവുക. എന്നാലും ഇത്രയും വലിയൊരു കാര്യം ഞാൻ സാധിച്ചിട്ടും അഭിനന്ദിക്കാൻ ആർക്കും തോന്നിയില്ലല്ലോ. നിനക്ക് പോലും. എനിക്ക് തോന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് തോന്നിയോണ്ടാണല്ലോ മോഹനേട്ടന് വേണ്ടി ഞാൻ നല്ല ഒന്നാം തരം പായസം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആന്ന്. എന്റെ വില്ലേജ് വലിയ ആളായിട്ട് വരുമ്പോ നല്ല മധുരം തന്നു വേണ്ട സ്വീകരിക്കാൻ. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത്. കുടിച്ചോക്ക്. ഇതെന്താ അര ഗ്ലാസ് ആയി പോയത്? നല്ല പായസം. മോഹനേട്ടാ, ഞാൻ ഉണ്ടാക്കിയ പായസം നല്ലതാണ് എന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ മോഹനേട്ടൻ അത് തന്നെ പറയുന്നത് അനാവശ്യമല്ലേ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായോ? ഗ്ലാസിതാ മതിയോ? അളന്നു മുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതുമൂലമുണ്ടാവുന്ന ദോഷങ്ങളെ പറ്റിയും പറയേണ്ടി വരും. വില്ലേജ് ഓഫീസർ പ്രകോപിപ്പിച്ചു വിട്ട നാട്ടുകാർ മുഴുവൻ പ്രതികാരം ചെയ്തപ്പോഴും ഭർത്താവിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടായത് മോഹനകൃഷ്ണന്റെ ഭാഗ്യമായി കണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.